ഹായ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി വട. വീട്ടിൽ വെള്ളക്കടല ഇരിപ്പുണ്ടോ? ഇതുപോലൊരു വട തയ്യാറാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ വെള്ളക്കടല എടുത്തിട്ടുണ്ട്. അതായത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം വേണം. കുതിർത്തി വെച്ചിട്ട് 4 മണിക്കൂറായി. നമുക്കിതൊന്ന് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് എല്ലാം കഴുകി വൃത്തിയായി വെള്ളമെല്ലാം വെടിഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരിപ്പോടക്കെല്ലാം അരക്കുന്ന പോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് ജാരെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേ സൈഡ് കടല ഇട്ട് കൊടുക്കുക. ഒന്ന് ഒതുക്കിയിട്ട് എടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം കൂടിയിട്ട് കടലെല്ലാം ഇവിടെ അരച്ച് റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം അരയാതെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളെല്ലാം ചേർക്കാം. മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, ചെറുതായി ഇഞ്ചി ചെറുതായി നുറുക്കിയെടുത്ത്, ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്ത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു 2 ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾ, മുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് അതിലൊക്കെ മസാല എല്ലാം മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഗോളാക്കിയിട്ട് വേണം പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി. ഇതൊന്ന് ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കാം. ഈ ഒരു സൈസിലാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. പരത്തിയിട്ട് വേണം നമുക്കിനി എണ്ണയിലേക്ക് ഇടുവാൻ വേണ്ടിയിട്ട്. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കും. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാതിന് ശേഷം നമുക്ക് ഓരോന്നേരം പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അത് കൈയൊന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുത്ത് കൈമേലൊരു ബോളെടുത്തിട്ട് ഇതേപോലെ പ്രസ് ചെയ്യുക. പരിപ്പോടൊക്കെല്ലാം പ്രസ് ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് സൈഡെല്ലാം ഒന്ന് റെഡിയായിട്ട് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കും. എണ്ണ ഓവറായിട്ട് ചൂടുണ്ടാകാൻ പാടില്ല. ഒരു മീഡിയം ചൂടിൽ വേണം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓവറായിട്ട് ചൂടുണ്ടായാൽ അകംഭാഗമൊന്നും നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഇത് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് വേണം നമ്മൾ ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ചിക്പീസ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചിക്പീസ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.